വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ പെട്ടെന്ന് അർത്ഥം വെക്കാൻ സാധ്യമല്ലാത്തതും എന്നാൽ അതിൻ്റെ ആഴത്തിലേക്ക് ചിന്തിച്ചാൽ അത് മനോഹരമായിട്ട് അർത്ഥം ലഭിക്കുന്നതുമായിട്ടുള്ളൊരു കാവ്യമാണ് സൂഫി ഗീതം എന്നത്. ഇച്ഛമസ്ഥാന്റെ അതിമനോഹരമായ വരികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ചു നോക്കാം. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട്. തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട്. പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട്. തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട്. നമ്പിയെ നമ്പിക്കൊണ്ട് എന്ന് പറഞ്ഞാൽ ഹബീബിനെ വിശ്വസിച്ച് അവരുടെ തിരുവാക്കുകളെ വിശ്വസിച്ച് പവിത്രമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിനെ ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അത്രയും സൂക്ഷ്മതയോടുകൂടെ നിങ്ങൾ ദീനിനെയും ഹബീബിന്റെ തിരുവാക്കിനെയും സംരക്ഷിച്ചോ എന്നാണ്. താമരത്തോട്ടത്തെ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിടലേ. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിടലേ. സദാസമയം ഇസ്ലാമിനെ ഹയാത്താക്കിക്കോ എന്നാണ് ആ വരികളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മുല്ലമലർമണം വീശുന്ന ആശികിൻ ആശക്ക് ദാശം നീ ചെയ്തിടല്ല. മുല്ലമലർമണം വീശുന്ന ആശികിൻ ആശക്ക് ദാശം നീ ചെയ്തിടല്ല. എന്ന് പറഞ്ഞാല് ഹബീബാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രണയിക്കേണ്ടത് ഹബീബിനെയാണ്. ആ ഹബീബിന്റെ ആശിഖിന്റെ ആശിഖല്ലേ എന്നാണ് പറഞ്ഞത്. ആ ഹബീബിന്റെ ആശാണ് അവിടെ എന്തേ ഇസ്ലാമിനെ മുൻകഥയായി ജീവിക്കുക എന്നുള്ളത്. ആ ഹബീബിന്റെ ആശ നമ്മൾ ആശപ്പെടുത്തല്ലേ. കാരണം ഹബീബാണ് ദീനുൽ ഇസ്ലാമിനെ ഹയാത്താക്കിയതും അതിനെ പൂർണ്ണ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതും. അതുകൊണ്ട് ആ ഹബീബിന്റെ ആശക്ക് നീ നാശം വരുത്തല്ലേ, കേടി വരുത്തല്ലേ എന്നാണ്. എങ്ങനെ കേടി വരുത്തല്ലാന്ന്? മാണിക്യതാരിയും മാനനും കണ്ടിട്ട് മാരാണി മങ്കയെ കൊന്നിടല്ല. മാണിക്യതാരിയും മാനയും കണ്ടിട്ട് മാരാണി മങ്കയെ കൊന്നിടല്ല. എന്ന് പറഞ്ഞാലേ നമ്മളെ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ ദുനിയാവിലെ എല്ലാ സുഖലോലുകളെ കണ്ടിട്ട് രസങ്ങളെ ജയിച്ചിട്ട് മനുഷ്യയെ കൊന്നിടല്ല, ഇസ്ലാമിനെ കൊന്നിടല്ല എന്നാണ് പറയുന്നത്. ഈ ദുനിയാവിലെ സുഖലോലുകളെ കണ്ടിട്ട് ജീവിക്കാനുള്ളതല്ല. ഈ ദുനിയാവെല്ലാം ഒഴിവാക്കിയിട്ട് ഇതിനെ മാത്രം നമ്മുടെ മനസ്സിലേക്ക് നാം കൊണ്ടുവരിക. സർവ്വശ്വരനായ അല്ലാഹുവിനെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന പിന്നെ ഈ ലോകത്തുള്ള സർവ്വതും നമുക്ക് അതീതമായി കഴിഞ്ഞു എന്നാണ് മഹാനായ ഫരീദ് ബാവ റളിയല്ലാഹുവിന്റെ വഹദത്ത് മാലയിലൂടെ നമുക്ക് മനസ്സിലാക്കും ആ പടച്ചോൻ എവിടെ ഉള്ളത്. എള്ളിലെണ്ണ പോലെ കള്ളിലഹരി പോൽ പാരി വെണ്ണ പോൽ നിന്നെങ്കിലോ എള്ളി
തേനിലെണ്ണ പോൽ കള്ളിലഹരി പോൽ പാലിൽ വെണ്ണ പോൽ നിന്നിലോ ഉള്ള റബ്ബിനെ മറ്റെവിടെയും തെണ്ടി നേരം കൊല്ലേണ്ടടോ. പഠിച്ചോനെ തപ്പി അവിടെ എവിടെ നടക്കണ്ട. ആ പഠിച്ചോൻ എന്നുള്ളതൊക്കെ മാറി നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പഠിച്ചോൻ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ റബ്ബിനെ ഭയക്കേണ്ടടോ. പാമ്പിനെ ഭയക്കുന്ന രീതിയിൽ റബ്ബിനെ ഭയക്കേണ്ടടോ. ഉപ്പയെ പ്രിയം വെച്ച രീതിയിൽ റബ്ബിനെ പ്രിയം വെക്കടോ. പറയണത് രീതിയിൽ പ്രിയ വെക്കണോ എന്ന് പറഞ്ഞാല് ആ ഒരു പരിധി ഉണ്ടാവും. അതിനേക്കാളും സർവശക്തനായ അല്ലാഹുവിനെ നിങ്ങൾ പ്രിയം വെക്കണം. അല്ലാതെ പാപിനെ ഭയക്കുന്നത് പോലെയോ ശത്രുവിനെ അകറ്റി നിർത്തുന്ന പോലെയോ അല്ലാഹുവോട് നിങ്ങൾ കാട്ടല്ലേ. കള്ളുഷാപ്പിനി കേറിടാത്തത് സ്വർഗക്കള്ളിനു കൊതിച്ചിട്ടോ. കള്ളുഷാപ്പിനി കേറിടാത്തത് സ്വർഗക്കള്ളിനു കൊതിച്ചിട്ടോ. പെണ്ണിനാലെ നീ നാറിടാത്തത് പൂറിമാരെ നീനച്ചിട്ടോ. പ്രവർത്തനങ്ങളുണ്ടല്ലോ അതൊന്നും നീ വെടിയേണ്ടത് എന്തിനല്ല. സ്വർഗത്തിലെ കള്ളിനെ കൊതിച്ചിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ പൂരിമാർക്ക് വേണ്ടിയിട്ടോ ആകരുത്. സർവ്വശക്തനായ അല്ലാഹുവിന് വേണ്ടി ആയിരിക്കണം സർവ്വതും നിങ്ങളുടെ ജീവിതത്തിൽ വെടിയേണ്ടത്. സ്വർഗമാണല്ല നരകമല്ലടോ സ്നേഹമാണവ നറിയടോ. സ്വർഗമാണല്ല നരകമല്ലടോ സ്നേഹമാണവ നറിയടോ. നരക ജീവിതം സ്വർഗമാക്കുവാൻ അവനെ നീ സ്വന്തമാക്കടോ. മനസ്സിലാക്കേണ്ടത് പഠിച്ചോൻ സ്നേഹമാണ്. ജീവിതം പറയുന്നത് പഠിച്ചോൻ നിന്നെ കൊണ്ടുപോയിടോ എന്ന് എല്ലാം സ്നേഹമാണ്. നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാനല്ലോ ഉണരുമെന്നാണ്. പ്രണയം കൂടിയിട്ട് അള്ളാഹുവിന്റെ ദീനുൽ ഇസ്ലാമിൽ ഹയാത്തായി ജീവിക്കാൻ സർവ്വശക്തനായ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.